ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് പരാതി. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ 3-ാം വർഷ വിദ്യാർത്ഥികളാണ് ക്രൂരമായി റാഗിംഗ് ചെയ്തത്. പരാതിയിൽ 5 വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ ക്രൂരമായ റാഗിംഗ് നടന്നത് ഏത് സമയത്താണ്? പരാതിയിൽ ഇപ്പോൾ ആരെയൊക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ലക്ഷ്മി, 2024 നവംബർ മാസം മുതൽ ഇത്തരത്തിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ 2-3 വർഷങ്ങളിലെ വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായിട്ട് റാഗിംഗ് നടത്തിയിരുന്നു എന്നാണ് പരാതി വന്നിരിക്കുന്നത്. ഇത്രയും നാൾ വിദ്യാർത്ഥികൾ, ഈ ഇരയായിട്ടുള്ള വിദ്യാർത്ഥികൾ റാഗിംഗ് സഹിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടുകാരെ വിവരം അറിയിച്ചു. ഇത്തരത്തിൽ തങ്ങൾ മാസങ്ങളായി ക്രൂരമായിട്ട് റാഗിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഒരു വിദ്യാർത്ഥിയാണ് വീട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് വീട്ടുകാർ കോളേജ് അധികൃതരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് അധികൃതർ പരിശോധിച്ചതിന് ശേഷം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. കോളേജ് അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് ഗാന്ധിനഗർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട 5 വിദ്യാർത്ഥികളെ ഇന്ന് വൈകിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3-ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായിട്ടുള്ള രാഹുൽ രാജ് KP, റിജിൽ ജിത്ത്, വിവേക് ND, അതോടൊപ്പം തന്നെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിട്ടുള്ള സാമുവൽ ജോൺസൺ, ജീവ NS എന്നിങ്ങനെയുള്ള 5 വിദ്യാർത്ഥികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മണിയോട് കൂടിയിട്ടാണ് ഈ 5 പേരെയും ക്യാമ്പസിലെത്തി ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അറസ്റ്റ് അല്പസമയം മുമ്പ് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ നാളെയായിരിക്കും ഉണ്ടാവുകയെന്ന് ഗാന്ധിനഗർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ഈ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഈ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി വേദനിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ പോലെയുള്ള ഉപകരണങ്ങൾ കെട്ടിത്തൂക്കിയിട്ട് വേദനിപ്പിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് FIR-ൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പോലീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നവർ തങ്ങൾ ഈ മറ്റ് 1-ാം വർഷ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ഈ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ തെളിവുകളൊക്കെ തന്നെ പോലീസിന് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഈ ക്രൂരമായ പീഡനത്തിനുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ 5 വിദ്യാർത്ഥികളെ കോളേജ് തലത്തിലും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 3 മണിയോടുകൂടി 5 വിദ്യാർത്ഥികളെയും ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഈ സംഭവം പുറത്തറിയാൻ കാരണം ഈ ഇരയായതിൽ ഒരു വിദ്യാർത്ഥിയോട് കഴിഞ്ഞ ദിവസം ഈ സീനിയർ വിദ്യാർത്ഥികൾ പണം ആവശ്യപ്പെട്ടു. പക്ഷേ ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ പണം കൊടുക്കാൻ ഇല്ലായിരുന്നു. തുടർന്ന് ആ വിദ്യാർത്ഥിയെ ഇവർ കർണക്കുറ്റിക്ക് അടക്കം അടിച്ചുകൊണ്ട് ഉപദ്രവിച്ചു. അതിൽ വിഷമിതനായിട്ടാണ് ആ വിദ്യാർത്ഥി വീട്ടിലേക്ക് വിളിച്ച് ഈ വിവരം അറിയിച്ചത്. തുടർന്ന് വീട്ടുകാരാണ് കോളേജ് അധികൃതരെ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട് മാസങ്ങളായി എന്നുള്ള വിവരം ധരിപ്പിച്ചത്. കോളേജ് അധികൃതർ പരിശോധിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് കോളേജ്, ഇത് റാഗിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർ നടപടിയെടുത്തതിന് ശേഷം മാത്രമേ പോലീസിന് എന്തെങ്കിലും നടപടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി കോളേജ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗോകുൽ രമേശ്, കോട്ടയത്ത് നിന്ന്.